നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇറാന്റെ രക്ഷയ്ക്കായിട്ട്, ഇറാന് സഹായവുമായിട്ട് ചൈന ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു വൻ ശക്തി രാജ്യം, അത് ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തിന് കമ്പയർ ടു ഇറാൻ അമേരിക്ക തീർച്ചയായിട്ടും ശക്തമാണ്. എന്നാൽ ഇറാൻ പോലെ ഒരു രാജ്യം, അത് ഇസ്രയേലിൽ എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്ന അമേരിക്ക ഇപ്പോൾ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഇസ്രയേലിൻ്റെ സ്വന്തം അയൺ ഡോം, അതുമായി ബന്ധപ്പെടുത്തി ഇസ്രയേൽ കൂടുതലായുള്ള പ്രതിസന്ധികളിലേക്ക് പോവുകയാണ് എന്ന രീതിയിലും വാർത്തകൾ വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പോകേണ്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഇറാനെക്കുറിച്ചാണ്. അതായത് ഇറാന്റെ സപ്പോർട്ടിനായിട്ട് ഇപ്പോൾ ചൈന മുമ്പോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ചൈനയും ഇറാനും എന്ന് പറയുന്നത് രണ്ട് സുഹൃത്ത് രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ചൈനയുടെ ഒരു കാർഗോ പ്ലെയിൻ അതിപ്പോൾ ടെഹ്റാനിലെത്തി എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതായത് ഇറാൻ ആവശ്യമായിട്ടുള്ള വെപ്പൺസ് എല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്ലെയിൻ ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ചൈനയെ സംബന്ധിച്ച് ചൈന നേരത്തെ തന്നെ, അതായത് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് തന്നെ ഇസ്രയേലിൻ്റെ ആ നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്ന രാജ്യമാണ്. അതായത് ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനെ തന്നെ ചൈന തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറാന് വേണ്ടി രംഗത്ത് വന്ന രാജ്യമാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഇസ്രയേലിനെ കൈമെയ് മറന്നുകൊണ്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് വെപ്പണായിട്ടും ടെക്നോളജി പരമായിട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചതും തിരിച്ച് ആക്രമിച്ചതും. അതും ലോകം സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങൾക്ക് എതിരെ നിന്ന്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് ചൈന പോലെയുള്ള ഒരു വൻ ശക്തി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈനയും ഇറാനും തമ്മിൽ നേരത്തെ തന്നെ, ഇതിനു മുമ്പ് തന്നെ മിലിറ്ററി പരമായിട്ട് നിരവധി കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അത് ഇറാനിൽ നിന്നാണ്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ സൗദി ഇറാനെ വിശേഷിപ്പിച്ചത് സഹോദര രാജ്യമെന്നാണ്. എന്നാൽ ആ ഒരു വീഡിയോയ്ക്ക് വിമർശനം വളരെയധികം കൂടുതലായിട്ട് വന്നു. കാരണം എന്തറിഞ്ഞിട്ടാണ് നീ പറയുന്നത്? എനിക്കറിയാം അതിനെക്കുറിച്ച്. അതായത് സൗദിയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ശത്രുതാ മനോഭാവം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ അവർ സൗഹൃദത്തിലേക്ക് മടങ്ങി വരികയാണ്. പരസ്പരമുള്ള സഹകരണം ഈ രണ്ട് രാജ്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും, അതായത് സൗദിയും ഇറാനും 2023 മാർച്ചിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ, അവിടെയും ചൈന എന്ന് പറയുന്ന ഒരു ഫാക്ടർ അത് ഇറാന്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ചൈനയുടെ മധ്യസ്ഥതയോടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഡിപ്ലോമാറ്റിക് ബന്ധം അത് പുനഃസ്ഥാപിച്ചത്. ഈ ഒരു വാർത്ത കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചൈനയും അതുപോലെ തന്നെ ഇറാനും എത്ര കണ്ട് അടുത്ത് നിൽക്കുന്ന, സൗഹൃദപരമായി തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന്. മറ്റൊരു വാർത്ത വരുന്നത്, ഇറാൻ ഇസ്രയേലിൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് തീർച്ചയായിട്ടും ആശങ്കയിലാക്കിയിട്ടുള്ള മറ്റൊരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. കാരണം ഈ അമേരിക്കയുടെ നിരവധി ബേസുകൾ ഇറാന്റെ പരിസരത്തായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടേക്ക് എങ്ങാനും ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, പിന്നെ അമേരിക്കയെ പോയി ആക്രമിക്കാനായിട്ട് ഇറാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം പലർക്കും തോന്നിയേക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമുണ്ട്. അതായത് ഇസ്രയേലിലുള്ള, അതായത് ടെൽ-അവീവിലുള്ള അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണമുണ്ടായി. എന്നാൽ ഡയറക്റ്റായിട്ട് അമേരിക്കൻ എംബസിയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ആക്രമണമല്ല. എന്നിരുന്നാലും അമേരിക്കൻ എംബസിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ. അതായത് ഈ അമേരിക്കൻ ബേസുകളുടെ കാര്യത്തിൽ, അതായത് ഇറാന്റെ അടുത്തുള്ള അമേരിക്കൻ ബേസുകളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട്. അതായത് ഇറാന്റെ ഏകദേശം ഒരു കൈയകല മാറിയാണ് ഈ അമേരിക്കൻ ബേസുകളെല്ലാം തന്നെ ഉള്ളത്. ഇതെല്ലാം കൊണ്ട് തന്നെ ബഹ്റിനിലെ ബേസിൽ നിന്ന്, അമേരിക്കൻ ബേസിൽ നിന്ന് അമേരിക്കൻ നാവികസേന പിന്മാറി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അമേരിക്കയുടെ 5ാം ഫ്ലീറ്റ് ഉണ്ട്. ഇവരാണ് ഈ ഹോർമൂസ് കടലിടുക്ക് ആ ഒരു ഭാഗത്തൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി സുരക്ഷയൊരുക്കിയിരുന്നത്. എന്നാൽ ഈ ഒരു പിന്മാറ്റത്തോടെ ഇത് താൽക്കാലികമായിട്ടുള്ള പിന്മാറ്റമാണോ അതോ പെർമനൻ്റ് ആയിട്ടുള്ള പിന്മാറ്റമാണോ എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മറ്റൊരു വാർത്ത വരുന്നത്, ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള അയൺ ഡോം അത് ഓരോ ദിവസം ചെല്ലുമ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതായത് ഇസ്രയേലിന്റെ കൈവശം ഈ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിസൈലുകളോ അതായത് മിസൈൽ ഇന്റർസെപ്റ്ററുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് അമേരിക്കയുടെ ഇടപെടൽ ഉടനടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അതായത് വെടിക്കോപ്പുകളും സാങ്കേതിക സഹായവും അമേരിക്കയിൽ നിന്ന് എത്തേണ്ടത് അത് വളരെ വലിയ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇസ്രയേലിന് മാറിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇറാൻ ഇസ്രയേലിന്റെ ചില മിലിറ്ററി ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. അതും ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ ഇസ്രയേൽ പ്രതിരോധമില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറാനുള്ള സാധ്യത വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നിരവധി ആർട്ടിക്കിളും കാര്യങ്ങളും എല്ലാം തന്നെ ഇന്റർനാഷണൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്.